ഈ രാജ്യത്തിന് പറ്റിയ പരാജയം അവരുടെ ചുറ്റുമതിൽ സമ്പൽ സമൃദ്ധിയിൽ അവർ ചിന്തിക്കുമ്പോൾ ഞങ്ങളെ ആർക്കും ഒന്നും തൊടാൻ കഴിയത്തില്ല, ഞങ്ങൾ സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവർ പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ കൂടെ ശത്രു രാജ്യത്തിനകത്തേക്ക് കടന്നു. ഒറ്റ കാര്യമേ ഉണ്ടായുള്ളൂ, ഒരു വഴി. അവർ യഥാർത്ഥമായ വഴി അവർ സുരക്ഷിതമാക്കി. എന്നാൽ അവർക്ക് ശ്രദ്ധിക്കാത്ത ചില വഴിയിൽ കൂടെ ശത്രു അകത്തോട്ട് കയറിയിട്ട് ഈ രാജ്യത്തെ നശിപ്പടയായി. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്ന വഴിയിൽ കൂടിയല്ല പിശാച് അകത്തോട്ട് കയറുന്നത്. നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ കൂടി ആയിരിക്കും പിശാച് അകത്തോട്ട് കയറുന്നത്. സ്തോത്രം. നമ്മൾ നിസാരമെന്ന് ചിന്തിക്കുന്ന, സാരമില്ലെന്ന് ചിന്തിക്കുന്ന ചില ഇടുക്കു വഴിയിൽ കൂടെ പിശാച് അകത്ത് കയറുവാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം ഈ പട്ടണവുമായി തുലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സുരക്ഷിതമെന്ന് നമ്മൾ ചിന്തിക്കുന്നു, എല്ലാം ഓക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ബന്ധുക്കോസ് സഭയിൽ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, എവിടെയെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ. ആ ഒറ്റ വിള്ളൽ മതി പിശാച് നിന്റെ അകത്തോട്ട് കയറാൻ. Praise God. അതിന് വലിയ കാര്യമൊന്നും വേണ്ട. ഒരുപക്ഷെ നീ പറയുന്ന ഒരു വാക്കായിരിക്കാം, നീ കാണുന്ന ഒരു കാഴ്ചയായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ഒറ്റ സ്വഭാവമായിരിക്കാം. ആ ഒറ്റ വഴി മതി പിശാചിന് നിന്റെ അകത്തോട്ട് കയറാൻ. അവൻ അകത്ത് കയറിയാൽ ആദ്യം നിന്നെ നശിപ്പിക്കും, അതിനുശേഷം നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, അതിനുശേഷം അത് ദൈവസഭയെ സ്വാധീനിപ്പാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഈ ദൂതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം, എവിടെയെങ്കിലും വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം തച്ചുടയാൻ അധിക നിമിഷം വേണ്ട ദൈവമക്കളെ. നമ്മൾ സുരക്ഷിതമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് എനിക്ക് ദൂത പറയാനുള്ളത്, ആരെങ്കിലും നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഭയത്തോടെ നാളുകൾ കഴിയണം. അല്ല, കാരണം പിശാച് നിന്നെ ഏത് വിധത്തിലും, ഏത് മണ്ഡലത്തിലാണ് പിശാച് നിന്റെ അകത്തോട്ട് കയറുന്നത്, ഏത് മണ്ഡലത്തിലാണ് പിശാച് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, ഏത് മണ്ഡലത്തിലാണ് നിന്റെ തലമുറയെ സ്വാധീനിക്കുന്നത് നിനക്ക് പറയാൻ കഴിയത്തില്ല. നീ ചിന്തിക്കുന്ന ഒരു വാക്ക്, നീ പറയുന്ന ഒരു വാക്ക്, നീ കാണുന്ന ഒരു കാഴ്ച, നിന്റെ ജീവിതത്തിന്റെ ഒറ്റ പ്രവൃത്തി മതി പിശാചിന് അകത്ത് കയറാൻ. സ്തോത്രം. ഇതാണ് ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഈ പട്ടണത്തിന് ഇവിടെ സംഭവിക്കാനിടയായത്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ ബലഹീനമായ പാതകൾ, ബലഹീനമായ ആവശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ജാഗ്രതയോടെ നിൽക്കണം. പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. 1 പത്രോസ് 5:8 വാക്യത്തിൽ നിർമ്മലരായിരിപ്പീൻ, ഉണർന്നുകൊള്ളുവീൻ.